ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഒരു നല്ല വർഷം നമ്മളെ വിട്ടുപോയി അല്ലേ? പുതിയൊരു വർഷത്തിലേക്ക് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞാൽ നമ്മൾ പ്രവേശിക്കുകയാണ്. ഹല്ലേലൂയ. ഈ ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ദൈവം എന്നോട് പറഞ്ഞ ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. എല്ലാവരും സന്തോഷത്തോടെ ആയിരിക്കുന്നല്ലോ. ഇത് കഴിഞ്ഞിട്ട് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് സന്തോഷത്തോടെ പോവാട്ടോ. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ അല്പസമയം മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. കുറച്ച് കാര്യം മാത്രം നിങ്ങളോട് ഒരു കാര്യം ദൈവം എന്നോട് അറിയിച്ച ഒരു സന്ദേശം പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ ഒരു വർഷം ദൈവം എന്നെ ഉള്ളം കരത്തിലാണ് വഹിച്ചത്. ഹല്ലേലൂയ. ഉള്ളം കരത്തിൽ വഹിച്ചുകൊണ്ടാണ് ദൈവം എന്നെയും എൻ്റെ കുടുംബത്തെയും ഇതുവരെ എത്തിച്ചത്. ഹല്ലേലൂയ. എല്ലാവരുടെ ജീവിതത്തിൽ നോക്കിയാലും അങ്ങനെ നിങ്ങൾക്ക് പറയാനുണ്ടാവും. എവിടെല്ലാമോ നമ്മൾ വീണു പോവേണ്ടതായിരുന്നു, ഇവിടെ അവസാനിച്ചു എന്ന് തോന്നിയപ്പോഴൊക്കെ നമ്മളെ ഒരു കരം പിടിച്ചിരുന്നത് കൊണ്ടാണ് പിശാചിന് നമ്മളെ തള്ളിയിടാനായിട്ട് കഴിയാത്തത്. ദൂതന്മാരുടെ പ്രൊട്ടക്ഷനിൽ ദൈവം നമ്മളെ ആക്കിയിരുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. 2024 തുടക്കത്തിൽ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണം എന്നുള്ള സാഹചര്യത്തിലായിരുന്നു ഞാൻ നിന്നത്. ഇന്ന് ആരാധന നടക്കുന്ന ഈ ഭവനത്തിൽ 2024 ഡിസംബർ 31 ഞാൻ നിൽക്കുന്നുണ്ട്. ഹല്ലേലൂയ. ജനുവരിയിൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയല്ലാതെ വേറെ വഴിയൊന്നുമില്ല. അതുപോലെ എല്ലാ ഡോറും ക്ലോസ് ചെയ്ത് പിശാച് അടച്ചെങ്കിലും 2024 ഡിസംബർ 31 2025 ജനുവരി 1 ഞാനിവിടെ നിൽക്കും. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം നിർത്തിയതാ. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, ഇനി വരാൻ പോകുന്ന സീസൺ എന്ന് പറയുന്നത് ഭൂമിയിൽ അത്ര നല്ലതായിരിക്കില്ല. മനസ്സിലാവുന്നുണ്ടോ? എന്നാലും വിശ്വസിക്കുന്ന നമ്മുടെ മേൽ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങാൻ പോവുകയാണ്. നമ്മളിലൂടെ അനേകം ജാതികൾ മഹത്വത്തെ കാണാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. ഒരു ഗ്ലോറി വഹിക്കുന്ന ഒരു തലമുറയെ ദൈവം കാണുകയാണ് ഈ വർഷത്തിൽ. ഹല്ലേലൂയ. ആരെല്ലാം തയ്യാറാണോ അവരുടെ മേൽ ദൈവം മഹത്വം പകരും. ഹല്ലേലൂയ. സ്തോത്രം. യൂട്യൂബിൽ എന്നെ കാണുന്ന എല്ലാ സഹോദരങ്ങൾക്കും മനോഹരമായ ഒരു പുതുവർഷം ഞാൻ ആശംസിക്കുന്നു. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. വാക്യത്തിലേക്ക് വരാം വേഗത്തിൽ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായം 1-ാം വാക്യം. ഹല്ലേലൂയ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായം 1-ാം വാക്യം. എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുന്നു, നിന്റെ മേലോ യഹോവ ഉദിക്കും. താവ് എന്നോട് പറഞ്ഞു, നിന്റെ മേൽ യഹോവ ഉദിക്കും. യഹോവയുടെ തേജസ് നിന്റെ മേൽ ഈ വരുന്ന വർഷത്തിൽ പ്രത്യക്ഷമാകും. ഹല്ലേലൂയ. വിശ്വാസത്തോടെ ആയിരിക്കുന്നെങ്കിൽ ആ തേജസ്, ആ മഹത്വം ആ കുടുംബത്തിൽ നിറയും. ഹല്ലേലൂയ. ആ മഹത്വം അനേകരെ സ്പർശിക്കും. ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? അന്ധകാരം ഭൂമിയെ മൂടും, കൂരിരുട്ട് ജാതികളെ മൂടും. അപ്പോൾ നല്ലൊരു സീസണാണെന്ന് പറയാൻ നമുക്ക് പറ്റുമോ? ഇല്ല. ഭൂമി മുഴുവൻ പിശാചിൻ്റെതായ അണ്ടറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അവൻ ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തുകൊണ്ടേയിരിക്കും. എന്നാൽ നമ്മുടെ മേൽ യഹോവയുടെ തേജസ് പ്രത്യക്ഷമാകും. ദൈവത്തിൻ്റെ തേജസ് നമ്മുടെ മേൽ ഇറങ്ങി നിൽക്കും. നമ്മളിലൂടെ അനേകർ ആ തേജസ്സിനെ കാണാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. യഹോവയുടെ തേജസ് എൻ്റെ മേൽ ഉദിച്ചിരിക്കുന്നു. പറഞ്ഞാട്ടെ, യഹോവയുടെ തേജസ്, യഹോവയുടെ തേജസ് എൻ്റെ മേൽ ഉദിച്ചിരിക്കുന്നു. The glory of the Lord is risen upon me. Hallelujah. The glory of the Lord is risen upon me. ഉദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ പണി എന്താ? എഴുന്നേറ്റ് ദൈവത്തിന് വേണ്ടി പ്രകാശിക്കണം. ഹല്ലേലൂയ. ഈ ഒരു പുതിയ വർഷത്തിൽ ദൈവം നിങ്ങളെക്കുറിച്ച് അത് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. മാർത്തയുടെയും മറിയയുടെയും ഭവനത്തിലേക്ക് യേശു കടന്നുപോയപ്പോൾ ലാസറിനെ അടക്കിയിട്ട് 4 ദിവസമായെന്നറിഞ്ഞു. 1-ാമത്തെ ദിവസം അവർക്ക് ഇച്ചിരി ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. 2-ാമത്തെ ദിവസം കുറച്ചുകൂടി ഉണ്ടായിരുന്നു. 3-ാമത്തെ ദിവസം ഉണ്ടായിരുന്നു. 4-ാമത്തെ ദിവസം ആയപ്പോൾ പ്രതീക്ഷ എല്ലാം പോയി. യേശു വന്ന് അവൻ അടക്കിയത് എവിടെയാണെന്ന് ചോദിച്ചു. കല്ല് നീക്കാൻ പറഞ്ഞപ്പോൾ പറയുവാണ്, കർത്താവേ 4 ദിവസമായി, നാറ്റം വെച്ച് തുടങ്ങി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇനിയൊന്നും പോസിബിൾ ആകുകയില്ല.
ഹല്ലേലൂയ. എല്ലാവരും ഈ കുടുംബത്തെ നോക്കി പറഞ്ഞു, ഇനി ഈ കുടുംബം എഴുന്നേൽക്കാനായിട്ട് പോകുന്നില്ല, കടം തീരാനായിട്ടും പോകുന്നില്ല, ആരാധന നടത്താനായിട്ടും പറ്റത്തില്ല, ഞങ്ങൾ നടത്തിക്കത്തുമില്ലെന്ന് പറഞ്ഞു. എത്ര പേര് പറഞ്ഞിട്ടുണ്ടെന്നറിയാമോ? ഇതൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല. എന്നാൽ ദൈവത്താൽ നിർണയിക്കപ്പെട്ടത്, ദൈവത്തിൻ്റെ മഹത്വം നിങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ നടക്കത്തില്ല, പറ്റത്തില്ല, കഴിയത്തില്ലെന്ന് പറയുന്നതിനെ സാധ്യമാക്കുന്നവനത്രേ എൻ്റെ ദൈവം. ഹല്ലേലൂയ. യേശു പറയുവാണ്, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം എന്ത് കാണുമെന്ന്? ഗ്ലോറി. ഹല്ലേലൂയ. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം നിങ്ങളുടെ ജീവിതത്തിലും സഹോദരങ്ങളെ എൻ്റെ ജീവിതത്തിലും കാണാൻ പറ്റും. ഹല്ലേലൂയ. പക്ഷെ വിശ്വസിക്കാനാണ് നമുക്ക് ഇച്ചിരി ഒരു കുഴപ്പം അല്ലേ? കടം തീർത്ത് കർത്താവ് തരാമെന്ന് പറഞ്ഞാലും ഞാൻ അവിടെ വിശ്വസിക്കുന്ന കർത്താവ്, ഞാൻ പറയും എന്ത് സംഭവിച്ചാലും അത് നടക്കാൻ പോകുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ദൈവത്തെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരിക്കലും ഈ വീട്ടിൽ ഈ ഡിസംബർ 31 ഞാൻ നിൽക്കുമെന്ന് എനിക്കൊരു ഉറപ്പുമില്ല. ഹല്ലേലൂയ. എങ്കിലും എൻ്റെ ദൈവം സർവശക്തനായിട്ട് കർത്താവ് പറഞ്ഞു, ഇതൊന്നും ആരും കൊണ്ടുപോകത്തില്ല, നിന്നെ നിർത്തിയെടുത്ത് നീ നിൽക്കും, നിന്നെ ഏൽപ്പിച്ച ജോലി നീ ചെയ്യും. ഹല്ലേലൂയ. അത് ദൈവത്തിൻ്റെ വാഗ്ദത്വമായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് അങ്ങനെയും ഈ ഡിസംബർ 31 ഇതേ സ്ഥലത്ത് നിന്ന് നിങ്ങളോട് വചനം പറയുവാൻ ദൈവം എന്നെ സഹായിച്ചെങ്കിൽ ഇതാരും ഒരിടത്തും കൊണ്ടുപോകത്തില്ല. ഇവിടെ നമ്മൾ അടുത്ത വർഷം ഡിസംബർ 31 ആരാധിക്കും. ഹല്ലേലൂയ. കർത്താവ് അനുവദിക്കുകയാണെങ്കിൽ ഇതിനേക്കാൾ ബെറ്ററായ സ്ഥലത്ത് നമ്മൾ ആരാധിക്കും. സ്തോത്രം. ഒരാലയം വെച്ച് നമ്മൾ ആരാധിക്കും. ഹല്ലേലൂയ. അങ്ങനാണല്ലോ അല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കർത്താവ് അതിനെ സഹായിക്കും. ജനുവരി മാസത്തിൽ നമുക്ക് സ്നാനവും ഉണ്ട്. ആഗ്രഹിക്കുന്നവരെല്ലാം കടന്നു വരണം. സ്നാനപ്പെടാത്തവരെല്ലാം വരിവരിയായിട്ട് സ്നാനപ്പെടണം. ഈ ദേശത്തുള്ള എല്ലാവരും ദൈവം അതിനുള്ള വഴികൾ ഒരുക്കും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഞാൻ എൻ്റെ വചനത്തിലേക്ക് വരിക. യോഹന്നാൻ എഴുതിയ സുവിശേഷം 11:40 വായിച്ചാട്ടെ. ഹല്ലേലൂയ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 11. യേശുവോട് വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്നു ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ? അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? എന്തു ചെയ്യണം? വിശ്വസിക്കണം. എന്ത് വിശ്വസിക്കണം? എന്താ വിശ്വസിക്കേണ്ടത്? യേശു നിങ്ങളോട് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണം. യേശു എന്താ അവിടെ പറഞ്ഞത്? വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്നു ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ? അതെന്ത് ചെയ്യണം? നീ വിശ്വസിക്കണം. ഹല്ലേലൂയ. ഞാനും എൻ്റെ തലമുറകളും അനുഗ്രഹിക്കപ്പെടും എന്ന് യേശു പറഞ്ഞാൽ അത് നമ്മൾ വിശ്വസിക്കണം. എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ മാറ്റാൻ കഴിയുന്നവനാണ് കർത്താവെന്ന് ഞാൻ വിശ്വസിക്കണം. യേശു എന്നിൽ വസിക്കുന്നുണ്ടെന്ന് ഞാൻ ദൈവത്തിൻ്റെ തേജസ് എന്നിൽ പ്രകടമാകുമെന്ന് ഈ വർഷം നിങ്ങൾ വിശ്വസിക്കണം. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ദൈവത്തിൻ്റെ തേജസ് എന്നിൽ പ്രകടമാകുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ആമേൻ കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാട്ടെ. കർത്താവ് ഈ വർഷം നിങ്ങളോട് പറയുകയാണ്, ഈ 2025 വർഷത്തിൽ ലോകത്ത് മുഴുവൻ പല സംഭവങ്ങളും ഉണ്ടാകാം, കൂരിരുട്ട് മൂടിക്കൊണ്ടിരിക്കാം, പല പ്രശ്നങ്ങളും സംഭവിക്കുക. എന്നാൽ വിശ്വസിക്കുന്ന എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ മഹത്വം പ്രകടമാകും. ഹല്ലേലൂയ. അങ്ങനെ ഒരു സീസണിലേക്ക് ദൈവം നമ്മളെ കയറ്റിക്കൊണ്ട് പോവുകയാണ്. സാഹചര്യങ്ങൾ നോക്കിയാൽ പറയും നടക്കത്തില്ല. കല്ലറയ്ക്കകത്തിരുന്നിട്ട് 4 ദിവസമായില്ലേ, എന്ത് നടക്കാനാണിനി? നാറ്റം വെച്ചു, ശരീരം അഴുകി തുടങ്ങി, ഒന്നും ഒരു രക്ഷയില്ല. എല്ലാവരും പറയും ഈ പ്രശ്നം തീരാനൊന്നും പോകുന്നില്ല, ഇത് ശരിയാകത്തില്ല, ഒന്നും നടക്കത്തില്ല, എല്ലാം ഇവിടെ അവസാനിച്ചു, എല്ലാം പൂട്ടിക്കെട്ടി കല്ലറയ്ക്ക് മുമ്പിൽ കല്ലും വെച്ചു, ഇതിന് ഇനി ഒരു പുനരുത്ഥാനമില്ലെന്ന് എഴുതിയ സാഹചര്യങ്ങളിൽ കർത്താവ് പറയുവാണ്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ആരും നടക്കത്തില്ലെന്ന് പറഞ്ഞത്, ആരും സംഭവിക്കില്ലെന്ന് പറഞ്ഞത്,
ഒരിക്കലും പോസിബിൾ ആവില്ല എന്ന് നോക്കി പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കലും ഇത് സാധ്യമാവുകയില്ല നിന്റെ ജീവിതത്തിൽ എന്ന് പറഞ്ഞെടുത്ത് കർത്താവ് പറയുകയാണ്, അസാധ്യങ്ങളെ സാധ്യമാക്കാൻ എനിക്ക് മാത്രമേ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം നമ്മുടെ കൂടെ ഉള്ളതിനാൽ ആ തേജസ് നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ അനേകം ജാതികൾ നിങ്ങളുടെ വെളിച്ചത്തിലേക്ക് വരും. ഹല്ലേലൂയ. ആര് വരുമെന്ന്? ഇരുട്ടിൽ കിടക്കുന്നവർ നിങ്ങളെ തേടി വരും. ഹല്ലേലൂയ. സ്തോത്രം. കാരണം പ്രകാശം ആരാ? നമ്മളാ. മുഴുവൻ കൂരിരുട്ടിലായിരിക്കുമ്പോൾ ഒരു ലൈറ്റ് ഇവിടെ ഞാൻ കത്തിച്ചാൽ ആ പ്രകാശത്തിലേക്ക് ഈയാമ്പാറ്റകൾ വരുന്നത് പോലെ അനേകർ നിങ്ങളുടെ പ്രകാശം കണ്ട് നിങ്ങളുടെ അടുക്കലേക്ക് വരാനിടയായിത്തീരും. ദൈവത്തിൻ്റെ മഹത്വം അവരിലേക്കും വ്യാപരിക്കാനായിട്ടിടയായിത്തീരും നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ. പക്ഷെ സാഹചര്യങ്ങൾ നോക്കിയാൽ അത് നടക്കത്തില്ല. കർത്താവേ, ഇതാണല്ലോ എൻ്റെ സാഹചര്യം, ഇതിൽ നിന്ന് എനിക്ക് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ കഴിയുമോ? എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ? കർത്താവിന് വേണ്ടി നിൽക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. നമ്മുടെ ജീവിതം മുഴുവനും എന്ന് പറയുന്നത് നമ്മൾ നന്ദി പറഞ്ഞാലും തീരത്തില്ല. ശരിയല്ലേ? ഈ ഡിസംബർ 31 ഒരു ദിവസം കർത്താവിന് നന്ദി പറഞ്ഞാൽ തീരുന്ന വല്ലതും ആണോ ദൈവം നമുക്ക് വേണ്ടി ചെയ്തത്? അല്ല. ഹല്ലേലൂയ. സ്തോത്രം. എനിക്കെപ്പോഴും കർത്താവിനോട് പറയാനുള്ളത്, പാടും ഞാൻ യേശുവിന് ജീവൻ പോലും നന്ദിയോടെ, ജീവൻ പോലും നന്ദിയോടെ. എത്ര പേർക്ക് പാടാൻ കഴിയും? പാടും ഞാൻ യേശുവിന് ജീവൻ പോലും നന്ദിയോടെ, ജീവൻ പോലും നന്ദിയോടെ. പാടും ഞാൻ എന്നകതാരിലനുദിനം വാഴും ശ്രീയേശുവിന് ഒരു കേടും കൂടാതെന്നെ പാലിക്കും നാഥനെ പാടി സ്തുതിക്കുമെന്നും. എല്ലാവർക്കും ഒന്നിച്ച് പറയാമോ? ഒരു കേടും കൂടാതെന്നെ പാലിക്കും നാഥനെ പാടി സ്തുതിക്കുമെന്നും. കാട്ടോലിവിൻ ശാഖ ആയിരുന്ന എന്നിൽ നല്ല ഫലം നീറപ്പാൻ. നമ്മൾ എങ്ങനെ ആയിരുന്നെന്നാ പറയുന്നേ? കാട്ടൊലിവ്. കാട്ടൊലിവിൻ ശാഖ ആയിരുന്ന എന്നിൽ നല്ല ഫലം നീറപ്പാൻ. അവൻ വെട്ടിയിളച്ചെന്നെ നല്ലൊലിവിൻ തരു ഓടതു ചിന്തിച്ചെന്നും. അവൻ വെട്ടിയിളച്ചെന്നെ നല്ലൊലിവിൻ തരു ഓടതു ചിന്തിച്ചെന്നും. ഹല്ലേലൂയ. നമ്മൾ കാട്ടൊലിവിൻ്റെ ശാഖയായിരുന്നു എന്ന് വെച്ചാൽ ആർക്കും ഒരു പ്രയോജനമില്ലാത്ത ആൾ. ഞാൻ എക്സാമ്പിൾ. ഒരു പ്രയോജനവും എന്നെ കൊണ്ടില്ലാത്ത ഒരാളായിരുന്നു ഞാൻ. ഹല്ലേലൂയ. കർത്താവ് എന്നെ തിരഞ്ഞെടുത്തില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം വേസ്റ്റ് ആയിരുന്നു. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ തിരഞ്ഞെടുത്തില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതം അങ്ങനെ തന്നെയായിരുന്നു. ഹല്ലേലൂയ. എന്ത് പ്രയോജനമാണ്? ഒരു പൂജ്യമായിട്ടല്ലേ നമ്മൾ തീരത്തുള്ളൂ, അല്ലേ? ദൈവം നമ്മളെ തിരഞ്ഞെടുക്കാതിരുന്നെങ്കിൽ, ദൈവം നമ്മളെ കാണാതിരുന്നെങ്കിൽ, ദൈവത്തെ നമ്മൾ അറിയാതിരുന്നെങ്കിൽ ഒരു പൂജ്യമായി തീരാമായിരുന്ന ജീവിതം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടാൻ സാധ്യതയുണ്ടായിരുന്ന നമ്മളെ താൻ തിരഞ്ഞെടുത്ത് ഫലം പുറപ്പെടുവിക്കാൻ കഴിയുന്ന നല്ല ഒലിവിനോട് ചേർത്ത് ഒട്ടിച്ചു. ഹല്ലേലൂയ. സ്തോത്രം. അതിനോട് ചേർത്ത് ഒട്ടിച്ചിട്ട് കർത്താവ് പറഞ്ഞു, ഇനി നീ ഫലം കായ്ക്കുക. ഹല്ലേലൂയ.
നമ്മൾ എന്തെങ്കിലും ചെയ്തതാണോ? ഒന്നും ചെയ്തില്ല. നമുക്ക് വേണ്ടി തൻ്റെ ദേഹം എന്ന തിരശീല ചിന്തി പുതിയ വഴി നമുക്ക് വേണ്ടി ഒരുക്കി. എന്തിനാ? ആ മഹത്വത്തിൽ നമ്മൾ പങ്കാളികളാവാൻ. ഹല്ലേലൂയ! എത്ര പേർക്ക് സന്തോഷമുണ്ട്? പിതാവേ, ഞാൻ ഇരിക്കുന്നിടത്ത് ഇവരും ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കൊണ്ട് നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുക്കുന്നു. ഹല്ലേലൂയ! ആ ഗ്ലോറി, ആ തേജസ് നീ എനിക്ക് തന്നത് ഞാൻ അവർക്ക് കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം, ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ കുഞ്ഞുങ്ങളും ഇരിക്കണം. ഹല്ലേലൂയ! സ്തോത്രം. യേശു ഇരിക്കുന്നിടത്ത് നമ്മളെ ഇരുത്താൻ എൻ്റെ കർത്താവ് ആഗ്രഹിച്ചതുകൊണ്ട് ആ മഹത്വത്തെ ദൈവം നിങ്ങൾക്കും എനിക്കും പങ്കിട്ട് തന്നു. ഹല്ലേലൂയ! എത്ര പേര് ആ മഹത്വത്തെ തിരിച്ചറിയുന്നുണ്ട്? നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഗ്ലോറിയെ എത്ര പേർ തിരിച്ചറിയുന്നുണ്ട്? ദൈവ മഹത്വം വഹിക്കുന്നവനാണ് ഞാനെന്ന് എത്ര പേർ അറിയുന്നുണ്ട്? ഈ വരാൻ പോകുന്ന വർഷത്തിൽ നിങ്ങൾ ദൈവത്തിൻ്റെ തേജസ്സിനെ, ആ മഹത്വത്തിനെ, ആ ഗ്ലോറിയെ പ്രദർശിപ്പിക്കുന്നവരായി തീരട്ടെ. ഹല്ലേലൂയ! സ്തോത്രം. പല പല പ്രദർശനശാലകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിവിടെ എല്ലാം പലതും പ്രദർശിപ്പിക്കാറുണ്ട്. എന്നാൽ നമ്മൾ ഗ്ലോറിയുടെ പ്രദർശകരായി തീരാൻ പോവുക. ഹല്ലേലൂയ! നമ്മൾ ദൈവത്തിൻ്റെ ഗ്ലോറിയെ എല്ലായിടങ്ങളിലും പ്രദർശിപ്പിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വേസ്റ്റായിരുന്ന ദിവസങ്ങളാണ് കഴിഞ്ഞു പോയതെങ്കിൽ, ഇതുവരെ കർത്താവേ എൻ്റെ ജീവിതം അടുക്കും ചിട്ടയും ഇല്ലാത്തതായിരുന്നു, എൻ്റെ ജീവിതം നാറ്റം വെച്ച അനുഭവം പോലെ ആയിരുന്നെങ്കിൽ, ഇന്ന് യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാൻ എത്ര പേർ തയ്യാറാകുന്നപ്പ? ഈ പുതിയ വർഷത്തിൽ ആ മഹത്വത്തെ വഹിച്ച് നാറ്റത്തിൻ്റെ അനുഭവമല്ല, സൗരഭ്യവാസനയായി എല്ലായിടങ്ങളിലും എനിക്ക് തീരണം. ഹല്ലേലൂയ! ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയുള്ളവരായി തീർക്കുവാനായിട്ട് ദൈവം നിങ്ങളെക്കുറിച്ചും എന്നെക്കുറിച്ചും ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ! സ്തോത്രം. യോഹന്നാൻ 1:14 എന്ന് വായിച്ചേ. ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. യോഹന്നാൻ പറയുക, ഞങ്ങൾ ആ തേജസ് കണ്ടവരാ. ഹല്ലേലൂയ! ഏകജാതനായ പുത്രൻ്റെ തേജസ് ഞങ്ങൾ കണ്ടവരാ. ആദി മുതലുള്ളതും 1 യോഹന്നാൻ 1:1 പറയുന്നു, ആദി മുതൽ ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും. ഹല്ലേലൂയ! ഈ ഗ്ലോറിയെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ തേജസ്സിനെ കാണുന്നവരായി മാറണം. ഹല്ലേലൂയ! അപ്പോൾ തേജസ്സിനെ വഹിക്കണം, തേജസ്സിനെ കാണണം, തേജസ്സിനെ അറിയണം, തേജസ്സിനെ പ്രദർശിപ്പിക്കാം. ഹല്ലേലൂയ! ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലൂടെ ഈ 2025 സംഭവിക്കണം. നിങ്ങളുടെ മേല് ആ തേജസ് ആയതുകൊണ്ട് ഇരുട്ടിനെ മാറ്റാൻ നിങ്ങൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ, എനിക്ക് മാത്രമേ പറ്റത്തുള്ളൂ. കാരണം മഹത്വം എവിടെയാ? എന്നില. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു എവിടെ ഇരിക്കുന്നു? എന്നിലിരിക്കുന്നു. പറഞ്ഞാട്ടെ, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു എവിടെ ഇരിക്കുന്നു? എന്നിലിരിക്കുന്നു. ഇന്ന് ആ മഹത്വം എൻ്റെയും നിങ്ങളുടെയും ഉള്ളിലായിരിക്കുന്നു. എത്ര പേർക്ക് സന്തോഷമുണ്ട്? കർത്താവേ, ഈ പുതിയ വർഷത്തിൽ മഹത്വത്തെ വഹിക്കാൻ എനിക്ക് കഴിയട്ടെ. ഇത്രയും നാളും ഞാൻ വഹിച്ചത് അപമാനമായിരിക്കാം, ഇത്രയും നാൾ ഞാൻ വഹിച്ചത് ഭാരമായിരിക്കാം, ഇത്രയും നാൾ ഞാൻ വഹിച്ചത് കണ്ണുനീരാണ്. ഹല്ലേലൂയ! കർത്താവ് എന്നോട് അങ്ങനെ പറയുന്നു. ഹല്ലേലൂയ! ഇത്രയും നാൾ നീ ഭാരം വഹിച്ചിട്ടുണ്ടാവാം, നുകങ്ങൾ വഹിച്ചിട്ടുണ്ടാകാം, പിശാച് നിന്നെ തകർത്തിട്ടുണ്ടാവാം, നിന്റെ ജീവിതം ഒരു വേസ്റ്റ് ആയിട്ടുണ്ടാകാം. ഹല്ലേലൂയ! ഇത്രയും നാൾ നിനക്ക് പലരെയും കുറ്റം വഹിക്കാൻ ഇടയായിട്ടുള്ള ആ കുറ്റം നീ പേറി നടന്നിട്ടുണ്ടാകാം. എന്നാൽ കർത്താവ് പറയുന്നു, ഇത് നിന്റെ സീസണാണ്. എൻ്റെ മഹത്വത്തെ വഹിക്ക്. ഹല്ലേലൂയ! എൻ്റെ മഹത്വത്തെ വഹിക്കാൻ ഒരു സീസൺ ഇതാ തുറന്നു തന്നിരിക്കുന്നു. ഇതുവരെ എന്തെല്ലാമോ വഹിച്ചു നടന്നില്ലേ? നിരാശകൾ വഹിച്ചു നടന്നില്ലേ? ഭാരങ്ങൾ വഹിച്ചു നടന്നില്ലേ? കുറ്റപ്പെടുത്തലുകൾ വഹിച്ചു നടന്നില്ലേ? ആർക്കും ഉപയോഗമില്ലെന്ന് പറയുന്നത് കേട്ട് നടന്നില്ലേ? ഹല്ലേലൂയ! ഇനി അതിനെ തള്ളിക്കളഞ്ഞിട്ട് വിശ്വസിക്കുന്നെങ്കിൽ എൻ്റെ മഹത്വത്തെ കാണിക്കുന്നവനായി പ്രദർശനശാലകളായി കർത്താവ്
നിങ്ങളെ എഴുന്നേൽപ്പിക്കാനായി പോകുന്നു. യൂട്യൂബിൽ എന്നെ കാണുന്ന സഹോദരങ്ങളെ, ഈ പുതിയ വർഷത്തിൽ ദൈവത്തിന്റെ ഗ്ലോറി റലത്തിലേക്ക് കർത്താവ് നിങ്ങളെ കരം പിടിച്ച് കയറ്റുവാണ്. അടുത്ത തലങ്ങളിലേക്ക് നിങ്ങൾ കയറി വരുവാണ്. എത്ര പേർ നന്ദി പറയുന്നു? കർത്താവേ നന്ദി, യേശുവേ നന്ദി. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, കർത്താവേ ഇന്ന സാഹചര്യത്തിലാണ് ഞാൻ. കർത്താവ് എന്നോട് അങ്ങനെ പറയുകയാണ്. പല സാഹചര്യങ്ങളിൽ ഉൾപ്പെട്ട് വല്ലാതെ ഭാരപ്പെടുന്നവർ കാണുന്നുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ, തിന്മയാകെ മായ്ക്കുന്നവൻ, പാപമെല്ലാം അകറ്റുന്നവൻ, പുതുജീവനിൽ പകരുന്നവൻ, പാപമെല്ലാം മറക്കുന്നവൻ, പുതുജീവനിൽ പകരുന്നവൻ. ആ കരങ്ങളെ ഉയർത്തി യേശു 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 ആരിലും വലിയവൻ, യേശു 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 ആരിലും മതിയായവൻ, യേശു 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 ആരിലും വലിയവൻ, യേശു 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 ആരിലും മതിയായവൻ, യേശു ആരിലും മതിയായവൻ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ഈ വർഷം എൻ്റെ കുടുംബത്തിനകത്ത്? പറഞ്ഞട്ടെ, കരം വെച്ച് പറ, ഈ വർഷം എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ ഞാൻ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ, സാധ്യതകളൊന്നുമില്ല, സാധ്യതകളെല്ലാം അസ്തമിച്ചിരിക്കുവാണ്, എല്ലാവരും അകന്നു ഇരിക്കുവാണ്, ഒരു പോസിബിലിറ്റിയും ഇല്ല. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അപ്പന് അസാധ്യമായതൊന്നുമില്ലാത്തതിനാൽ ഞാൻ ദൈവത്തിൻ്റെ മഹത്വത്തെ 2025 കാണും കാണും കാണും. പറഞ്ഞാട്ടെ ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് മേഖലയിലാണോ നിങ്ങൾ ഭാരപ്പെടുന്നത്, ആ വിഷയത്തിൻ്റെ മേല് ദൈവത്തിൻ്റെ മഹത്വം ഇപ്പോൾ ഇറങ്ങി ചലിക്കട്ടെ. ഹല്ലേലൂയ. ആർക്കും പറ്റത്തില്ലെന്ന് പറയുന്ന ആ വിഷയങ്ങളുടെ മേല് കർത്താവിൻ്റെ കരം ചലിക്കട്ടെ. കർത്താവേ, ഞങ്ങൾ ഒന്നിച്ചിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. ഇവരെങ്ങനെ വിശ്വസിച്ചോ അങ്ങനെ മഹത്വം അവരുടെ കുടുംബത്തിൽ വെളിപ്പെടട്ടെ, വ്യക്തി ജീവിതങ്ങളിൽ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. കർത്താവേ, അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെ മൂടുകയാണ് കർത്താവേ. എങ്കിലും എൻ്റെ മേൽ യഹോവ ഉദിക്കുന്നത് കൊണ്ട്, തേജസ് എൻ്റെ മേൽ പ്രത്യക്ഷമായിരിക്കുന്നത് കൊണ്ട് ഞാൻ ആ മഹത്വത്തെ വഹിക്കും, മഹത്വത്തെ വഹിക്കും, മഹത്വത്തെ വഹിക്കും. കർത്താവേ, അങ്ങയുടെ മക്കളിലൂടെ ആ മഹത്വം പുറത്തേക്ക് വരട്ടെ. അനേക ജാതികൾ അവരുടെ അടുക്കലേക്ക് വരട്ടെ. എല്ലാവരും കരങ്ങളടിച്ച് അല്പസമയം ആരാധിച്ച് ആ ഗ്ലോറി റലം നിങ്ങൾക്ക് വേണ്ടി ദൈവം ഓപ്പൺ ആക്കട്ടെ. ഇന്ന് ഈ രാത്രികാലം യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ആ ഗ്ലോറി റലം യേശുവിന്റെ നാമത്തിൽ പ്രിയ മക്കളുടെ ജീവിതത്തിൽ ഓപ്പൺ ആകട്ടെ, ഓപ്പൺ ആകട്ടെ. യൂട്യൂബിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങളിൽ ഓപ്പണായി വരട്ടെ കർത്താവേ. ആ മഹത്വം അവരുടെ മേൽ ഇറങ്ങി വരട്ടെ. ഹല്ലേലൂയ. ഓ ശരോല ധോരവനഗല ശോരനാം ധരാറിബന ലഗസബര ഓ ദേരേ റിഥാന ബാലസവനാറി ഖൽദാര ബലശമനാന്ധരാറിഗന ഓലബശമനാം ധരേ റീഗൽ ദരാ ബലസവരെ ഓ സേറി ബാനം ധരാറിബനഗല ശോരലാം ധരറിബന ഓലെ തേരെ ലഗസ്ബരാറിഖനാദീരശമനാം ധരറിബന ഓ സേരേ റിൻ ധരാറിബനഗല സോരനാം ധരേ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ അത്ഭുത കരം ചലിക്കുന്നതിനായി നന്ദി പറയുന്ന കർത്താവേ. ദൈവത്തിന്റെ മഹത്വം വഹിക്കുന്നവരായി അവർ എഴുന്നേൽക്കട്ടെ കർത്താവേ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പിശാച് കെട്ടിയിട്ടിരിക്കുന്ന ചങ്ങലകൾ തകരട്ടെ കർത്താവേ. അവർ മഹത്വം വഹിക്കുന്നവരായി എഴുന്നേൽക്കട്ടെ, മഹത്വം വഹിക്കുന്നവരായി എഴുന്നേൽക്കട്ടെ. ക്രിസ്തുവാകുന്ന ആ മഹത്വം അവരിലൂടെ പുറത്തേക്ക് ഈ നാളുകളിൽ വരട്ടെ.
പിശാചിന്റെ പദ്ധതികൾ തകരട്ടെ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ കർത്താവേ, അവരുടെ എല്ലാ മേഖലകളിലും, അവരുടെ ഉപജീവന മാർഗങ്ങളിൽ, ബിസിനസ്സുകളിൽ ദൈവത്തിന്റെ മഹത്വം കാണട്ടെ. നശിച്ചു പോകുമെന്ന് പറഞ്ഞെടുത്ത് പുതിയൊരു മഹത്വത്തോടെ അത് എഴുന്നേൽക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. തലമുറകളുടെ മേൽ ആ മഹത്വം കാണട്ടെ കർത്താവേ, ഭവനത്തിന്റെ മേൽ ആ മഹത്വം കാണട്ടെ. ഹല്ലേലൂയ, നന്ദിയപ്പ. ആ മഹത്വത്തെ വഹിച്ച് അനേകർക്ക് ആ തേജസ്സിനെ പ്രദർശിപ്പിക്കുന്നവരായി പ്രിയ മക്കൾ മാറുന്നതിനായി ഞാൻ നന്ദി പറയുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇപ്പോൾ ഒരു ഗാനം പാടി ഒരുമിച്ച് ആരാധിച്ച് പിരിയാം. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നല്ല പുതുവർഷം ആശംസിക്കുന്നു എന്ന് കൈ കൊടുത്ത് പറഞ്ഞേ അടുത്തിരിക്കുന്നവരോട്. ഹാപ്പി ന്യൂ ഇയർ, നല്ല പുതുവർഷം, അനുഗ്രഹിക്കപ്പെട്ട പുതുവർഷം. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞേ, അനുഗ്രഹിക്കപ്പെട്ട പുതുവർഷം ആശംസിക്കുന്നു എന്ന് പറഞ്ഞേ. ഇനി കരങ്ങൾ ഉയർത്തി ഹാപ്പി ന്യൂ ഇയർ എന്ന് ഒരുമിച്ച് വിളിച്ച് പറഞ്ഞേ, ഹാപ്പി ന്യൂ ഇയർ. എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ മഹത്വം കാണുന്ന വർഷമായിരിക്കും ഇത്. ഹല്ലേലൂയ, സ്തോത്രം. എല്ലാം ഏത് മേഖലയിൽ നിങ്ങൾ ഭാരപ്പെടുന്നോ ആ മേഖലയെ വിളിച്ച് പറഞ്ഞിട്ട് പറയണം, അതിൽ ഞാൻ മഹത്വം കാണും. ഹല്ലേലൂയ, അതിൽ ഞാൻ മഹത്വം കാണും. ഹല്ലേലൂയ, നന്ദി കർത്താവേ. ഒരുമിച്ച് നമ്മൾ കർത്താവിനെ ആരാധിക്കുക. എല്ലാവർക്കും കഴിയുന്നവർക്ക് എഴുന്നേറ്റ് നിൽക്കാതാത്ത സ്ഥാനങ്ങളിൽ ആ കരങ്ങളെ ഉയർത്തി പാടിക്കേ.
സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. ഓ സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. ഓ സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞ് യേശുവേ നന്ദി എന്ന് ഉച്ചത്തിലൊന്ന് പറയാമോ? നിങ്ങളുടെ ശബ്ദം ഉയർത്തി യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. നിങ്ങളുടെ ഏത് വിഷയമാണോ ആ വിഷയം പറഞ്ഞിട്ട് പറ, ഇന്ന വിഷയത്തിൽ ഞാൻ ദൈവത്തിന്റെ മഹത്വം കാണാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇന്ന മേഖലയിൽ ഞാൻ എന്റെ യേശുവിന്റെ മഹത്വം കാണാനായിട്ട് പോവുകയാണ്. ഓ ആ വിഷയത്തിന്റെ പേര് പറഞ്ഞിട്ട് പറയ, വാ തുറന്ന ഉച്ചത്തിൽ വിളിച്ചു പറയ, എന്റെ തലമുറകളുടെ വിഷയത്തിൽ ഞാൻ കാണാൻ പോവുക, എന്റെ സാമ്പത്തിക വിഷയത്തിൽ ഞാൻ കാണും കർത്താവിന്റെ ഗ്ലോറിയെ കാണാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. എന്റെ ആത്മീക മേഖലകളിൽ ഞാൻ ആ ഗ്ലോറിയെ കാണാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. ഓ താങ്ക് യു ലോർഡ്. ഓ ശംഖരബല ശമനാധരെ ഓ സാരേ ഭോലെ ഗേരെ ബേലെ ശമനാരെ ഘന ए सारो नांतरा बला हसे ए रशोरा नो तेरे